നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ മാസങ്ങളായി തുടരുന്ന സൈനിക സംഘർഷം അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തെ ഗൗരവമായി ബാധിക്കുന്നു എന്നാണ് വിലയിരുത്തൽ. അമേരിക്കയുടെ പ്രധാന മിസൈൽ പ്രതിരോധ ഇന്റർസെപ്റ്റുകളുടെ ശേഖരം ഗണ്യമായി കുറഞ്ഞതിനെ തുടർന്ന് നിലവിൽ തുടരുന്ന സൈനിക പ്രതികരണങ്ങൾ ഇതേ തോതിൽ എത്ര കാലം കൂടി തുടരാൻ കഴിയുമെന്ന ആശങ്ക പെന്റഗണിലെ സൈനിക ആസൂത്രകരിൽ ഉയർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നീണ്ടുനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ശക്തമാകുന്നത്. പ്രതിരോധ നയങ്ങളും ആഗോള സുരക്ഷാ വിഷയങ്ങളും പഠിക്കുന്ന പ്രമുഖ സ്ഥാപനങ്ങളിലൊന്നാണ് CSIS. ഈ സ്ഥാപനം ശേഖരിച്ച കണക്കുകൾ അനുസരിച്ച് മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ശക്തമാകുന്നതിന് മുമ്പ് അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ ഇന്റർസെപ്റ്റുകളുടെ ശേഖരം ഏകദേശം 2300 യൂണിറ്റുകളായിരുന്നു. എന്നാൽ നിലവിലത് 827 താഴെയായി കുറഞ്ഞിരിക്കുന്നു. അതായത് വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ 1000-ലധികം ഇന്റർസെപ്റ്റർ ഉപയോഗിക്കുകയോ മാറ്റിസ്ഥാപിക്കപ്പെടുകയോ ചെയ്യാതെ ശേഖരത്തിൽ നിന്നും നഷ്ടപ്പെടുകയോ ചെയ്തു എന്നാണ് ഈ കണക്കുകളിൽ നിന്നും പകൽ പോലെ വ്യക്തം. പാട്രിയറ്റ് മിസൈൽ സംവിധാനം അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമ പ്രതിരോധ ആയുധങ്ങളിലൊന്നാണ്. ശത്രു രാജ്യങ്ങൾ വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെയും ക്രൂയിസ് മിസൈലുകളെയും യുദ്ധവിമാനങ്ങളെയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തകർത്തെറിയാൻ ഈ സംവിധാനം ഉപയോഗിക്കുകയാണ്. അമേരിക്ക മാത്രമല്ല, നിരവധി സഖ്യരാജ്യങ്ങളും പാട്രിയറ്റ് സംവിധാനത്തെ അവരുടെ ദേശീയ പ്രതിരോധത്തിന്റെ നിർണായക ഘടകമായി കണക്കാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ശേഖരത്തിൽ ഉണ്ടായ ഇടിവ് ഒരു സാധാരണ കണക്കല്ലെന്നും അമേരിക്കയുടെ ദീർഘകാല പ്രതിരോധ സന്നദ്ധതയെ ബാധിക്കുന്ന വിഷയമാണെന്നും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിന് സമാനമായ മറ്റൊരു ആശങ്കാജനകമായ കണക്ക് താഡ് എന്ന ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഫോക്സ് ന്യൂസിലെ റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് CSIS വിലയിരുത്തലെന്ന താഡ് ഇന്റർസെപ്റ്റുകളുടെ ശേഖരവും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. മുൻപ് ഏകദേശം 452 യൂണിറ്റുകൾ ഉണ്ടായിരുന്ന ശേഖരം ഇപ്പോൾ നിലവിൽ 278 താഴെയായി ചുരുങ്ങി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഉയർന്ന അന്തരീക്ഷ പാളികളിൽ വെച്ച് ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത സംവിധാനമായതിനാൽ അമേരിക്കയുടെ തന്ത്രപ്രധാന പ്രതിരോധ സംവിധാനത്തിൽ താഡിന് അതീവ നിർണായകമായ സ്ഥാനമാണുള്ളത്. CSIS മുന്നറിയിപ്പ് നൽകുന്ന മറ്റൊരു പ്രധാന വിഷയവും ഫോക്സ് ന്യൂസ് റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിന് പുറമെ ഉദാഹരണത്തിന് പസഫിക് മേഖലയിൽ പെട്ടെന്നൊരു വലിയ സൈനിക പ്രതിസന്ധി രൂപപ്പെട്ടാൽ നിലവിലുള്ള മിസൈൽ പ്രതിരോധ ശേഖരം അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാകാനാണ് സാധ്യത. പ്രത്യേകിച്ച് ചൈനയോ ഉത്തര കൊറിയയോ ഉൾപ്പെട്ട ഒരു പുതിയ പ്രതിസന്ധി ഉണ്ടായാൽ ആവശ്യമായ ഇന്റർസെപ്റ്റുകൾ ഉടൻ വിന്യസിക്കാൻ പ്രയാസമുണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ ആശങ്ക. നിലവിലെ ശേഖരനില കണക്കിലെടുത്താൽ ആവശ്യമായ കരുതൽ ശേഖരം പുനർനിർമ്മിക്കാൻ കുറഞ്ഞത് 3 വർഷമെങ്കിലും വേണ്ടി വരും എന്നതാണ് കണക്ക്. ഈ സാഹചര്യം അമേരിക്കയുടെ വിദേശ സൈനിക താവളങ്ങളുടെയും അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയെക്കുറിച്ചും പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അമേരിക്കയ്ക്ക് നിരവധി സൈനിക താവളങ്ങളും പ്രതിരോധ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടങ്ങളിലേക്ക് മിസൈൽ ആക്രമണങ്ങൾ തടയാൻ പാട്രിയറ്റ് താഡ് സംവിധാനങ്ങൾ നിർണായകമാണ്. എന്നാൽ ഈ സംവിധാനങ്ങളുടെ ശേഖരം കുറയുന്നത് ഭാവിയിൽ ഒരേ സമയം ഒന്നിലധികം മേഖലകളിൽ പ്രതിസന്ധി ഉണ്ടായാൽ അമേരിക്കയുടെ പ്രതികരണ ശേഷിയെ അത് ബാധിക്കുമെന്നാണ് പ്രതിരോധ വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ കുറവ് പരിഹരിക്കാനായി പെന്റഗൺ വൻതോതിലുള്ള പുതിയ വാങ്ങൽ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള $67 ബില്യൺ അടിയന്തര ധനസഹായ നിർദ്ദേശത്തിൽ ഏകദേശം $18.2 ബില്യൺ പ്രത്യേകമായി പാട്രിയറ്റ് മിസൈലുകളും താഡ് സംവിധാനങ്ങളും അമേരിക്കൻ നാവികസേനയുടെ ടൊമാഹോക്ക് ക്രൂയിസ് മിസൈലുകളും വാങ്ങുന്നതിനായി മാറ്റിവെച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. നിലവിലെ ശേഖരക്കുറവ് പരിഹരിക്കുന്നതിനൊപ്പം ഭാവിയിലെ സുരക്ഷാ ആവശ്യങ്ങൾ മുൻകൂട്ടി കണക്കിലെടുത്താണ് ഈ തീരുമാനം എടുത്തതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇതോടൊപ്പം അമേരിക്കയുടെ പ്രതിരോധ തന്ത്രത്തിലും ശ്രദ്ധേയമായ മാറ്റം പ്രകടമാണ്. 2027 പ്രാഥമിക പ്രതിരോധ ബഡ്ജറ്റ് അഭ്യർത്ഥന പരിശോധിക്കുമ്പോൾ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുമ്പോൾ പുതിയ ആയുധങ്ങളിൽ ഏകദേശം പകുതിയോളം $6 ലക്ഷം അതിൽ താഴെയോ വിലയുള്ള താരതമ്യേന ചെലവ് കുറഞ്ഞ യുദ്ധോപകരണങ്ങളാണ്. വലിയ ചെലവുള്ള അത്യാധുനിക ആയുധങ്ങളിൽ മാത്രം ആശ്രയിക്കുന്നതിന് പകരം കൂടുതൽ വേഗത്തിൽ നിർമ്മിക്കുവാനും എളുപ്പത്തിൽ വിന്യസിക്കുവാനും കഴിയുന്ന കുറഞ്ഞ ചെലവിലുള്ള ആയുധങ്ങൾക്കും അമേരിക്ക ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്ന സൂചനയാണ് ഇത് പൊതുവെ പുറത്തുവരുന്നത്.